താൻ നിരപരാധിയാണെന്നും തന്നെ തേജോവധം ചെയ്ത് ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും വ്യവസായിയും ഫാസ്റ്റ് ഫുഡ് ശൃംഖല ചിക്കൻ ഗ്രൂപ്പ് മേധാവിയുമായ മൻസൂർ ദുബായിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മൻസൂറിനെതിരായി ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ സോഷ്യൽ മീഡിയകളടക്കം വലിയ വാർത്തകളും കോലാഹലങ്ങളുമാണ് ഉണ്ടാക്കിയത്. തന്നെയും തന്റെ ലോക ബ്രാൻഡായി വളർന്നുവരുന്ന സ്ഥാപനത്തിനെയും അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ചില തൽപര കക്ഷികളാണ് ഈ വാർത്തകൾക്ക് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ പാസ്പോർട്ട് 10 വർഷത്തെ പാസ്പോർട്ടാണ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു വർഷം തീരുമാനം 9 മാസമോ 12 മാസമോ ആകുമ്പോൾ നോർമൽ പാസ്പോർട്ട് പേജ് കഴിയുമ്പോൾ ഞാൻ നിയമപ്രകാരം ബഹുമാനപ്പെട്ട ഇന്ത്യൻ കോൺസുലേറ്റിന് ബന്ധപ്പെട്ട് പുതിയ പാസ്പോർട്ട് എടുക്കുകയും ചെയ്യുന്നത്. അതിൽ എൻ്റെ പേര് മാറുന്നില്ല, എൻ്റെ വാപ്പാടെ പേര് മാറുന്നില്ല, മദറിൻ്റെ പേര് മാറുന്നില്ല, എൻ്റെ ഒരു അഡ്രസ്സ് മാറിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മൊത്തം പാസ്പോർട്ടിനും ഒരേ അഡ്രസ്സ്, ഒരേ എല്ലാ പേരെല്ലാം. ഒരു കള്ള പാസ്പോർട്ടിൽ എനിക്ക് ഇവിടെ വന്നാൽ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ നിന്ന് എനിക്ക് വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതെല്ലാം മറച്ചു വെച്ച് ചില തൽപര കക്ഷികൾ എനിക്കെതിരെ വളരെ മോശമായ അപവാദ പ്രചരണങ്ങൾ നടത്തിവിടുകയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും ഈ ബ്രാൻഡിനെയും കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്കത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം ഈ ബ്രാൻഡ് ഒരു മലയാളിയുടെ ബ്രാൻഡ്, ഇത് ലോകമൊട്ടുക്ക് പോകാൻ ഒരു കുതിപ്പിന് തയ്യാറെടുക്കുന്ന സമയത്ത് എന്നെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ഇങ്ങനെ ഒരു അപവാദങ്ങൾ വരുമ്പോൾ സത്യത്തിൽ എൻ്റെ ഞാനും കുടുംബമായി ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ബന്ധമില്ലാത്ത കഥകളാണ് പറയുന്നത്. എന്നെ അന്വേഷിക്കുന്നു. ഞാൻ ഇന്നലെ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ചെന്നു, ഇന്നലെ വൈകിട്ട് ഞാൻ തിരിച്ചു വന്നു. നിങ്ങൾക്ക് എൻ്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. എന്നെക്കുറിച്ച് ഒരു പോലീസ് അന്വേഷണമില്ല, എന്നെക്കുറിച്ചൊരു NIA അന്വേഷണമില്ല, എന്നെക്കുറിച്ച് ഒരു അന്വേഷണമില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു പ്രതിയല്ല. താൻ പാകിസ്ഥാനിൽ പോയി എന്നത് കള്ളപ്രചരണമാണെന്നും താനോ തന്റെ സ്റ്റാഫ് അംഗങ്ങളോ ഇതുവരെ പാകിസ്ഥാനിൽ പോയിട്ടില്ലെന്നും തന്റെ കയ്യിലുള്ള 14 പാസ്പോർട്ടുകളും മാധ്യമപ്രവർത്തകർക്ക് പരിശോധിക്കാം എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പതിറ്റാണ്ടുകളായി UAE ആസ്ഥാനമായി ബിസിനസ് ചെയ്യുന്ന താൻ നിയമപരമായ നിലയിലല്ലാതെ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലെന്നും നിയമവിരുദ്ധമായി ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ വിശദീകരണം നടത്തി. ബിഗ് 14 മിഡിൽ ഈസ്റ്റ്, ദുബായ്.